Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോഡിഫൈ ടാബിലെ ലെങ്തൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ ബട്ടണിലെ മൂന്നാമത്തെ ഓപ്ഷൻ ലെങ്തൻ. അതായത് നമ്മൾ ഓൾറെഡി വരച്ചൊരു ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ലൈൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതൊരു 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഞാൻ വരച്ചു. അതിനുശേഷം എൻ്റർ അടിച്ചു. അപ്പോൾ ആ ലൈനിൻ്റെ ലെങ്ത് 50 ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ലീനിയർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലീനിയർ പറഞ്ഞിട്ടുള്ള ഓപ്ഷന് ജസ്റ്റ് ലീനിയർ എടുത്തു. അല്ല, നമുക്ക് ലീനിയർ സബ് ഫോർ ഓപ്ഷൻസ് ഉണ്ട്. ലീനിയർ മെഷർ ചെയ്യാനോട് ലീനിയർ എടുത്തു. സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. 50 ആണ് അതിൻ്റെ ലെങ്ത്. ഇതിൻ്റെ ലെങ്ത് എനിക്ക് 100 ആക്കണം വിചാരിക്കുക. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ലെങ്ത്തും വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കാം. അതിനായിട്ട് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ ലെങ്തൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. ലെങ്തൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് അടിയിൽ കുറേ ഓപ്ഷൻസ് കിട്ടും. ഡെൽറ്റ, പെർസെന്റ്, ടോട്ടൽ, ഡൈനാമിക്. അതിൽ ആദ്യം ടോട്ടൽ എന്ന ഓപ്ഷൻ എടുക്കാൻ പോകുന്നത്. ഇതിന്റെ ഓരോ സബ് ഓപ്ഷൻ കിട്ടാൻ ഇതിൽ ബ്ലൂ കളറിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ഓരോ ഓപ്ഷന്റെയും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടൽ കിട്ടണമെങ്കിൽ ടി ടൈപ്പ് ചെയ്യുക, പെർസെന്റ് കിട്ടണമെങ്കിൽ പി, ഡെൽറ്റയ്ക്ക് DE, ഡൈനാമിക് DY ടൈപ്പ് ചെയ്താൽ മതി. എനിക്ക് ഇവിടെ കിട്ടുന്നത് ടോട്ടലാണ്. അതിന് ഞാൻ ജസ്റ്റ് ടോട്ടൽ ടൈപ്പ് ചെയ്തു. ഈ ഒരു ലൈൻ്റെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്, 50 ആണ്. ടോട്ടൽ എനിക്ക് എത്രയാണോ കിട്ടുന്നത് ആ ടോട്ടൽ ലെങ്ത് ഇപ്പോൾ 100 ആണെങ്കിൽ 100, 150 ആണ് വേണ്ടെങ്കിൽ 150 ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതാണോ നമുക്ക് ലെങ്തൻ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ട, അപ്പോൾ 150 ആയി. നമ്മൾ ടോട്ടൽ ലെങ്ത് 150 ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെങ്ത് 150 ആയി. ഞാൻ ഈ 150 ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആ ലെങ്ത് ആദ്യം ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ലെങ്തൻ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ലെങ്തൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം 150. നേരത്തെ നമ്മൾ ടോട്ടലാണ് ചെയ്തത്. ഈ പേഴ്സെന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, പേഴ്സെന്റ് പറഞ്ഞാൽ 100% പറഞ്ഞാൽ 150. അപ്പൊ 200% പറഞ്ഞാൽ 300, അതായത് ഇരട്ടി. അപ്പൊ നമുക്ക് പേഴ്സെന്റ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ 200% ആണ് ഓൾറെഡി ഉള്ളത്. 300% കൊടുക്കണമെങ്കിൽ എത്ര വരിക? 450 ആയിരിക്കും വരിക. അപ്പൊ 300 ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിലേക്കാണോ വേണ്ടത് ആ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചപ്പോൾ കണ്ട 450, 450. ഏത് പേഴ്സെന്റ് കൊടുത്തു? 3 ഇരട്ടിയാണ് നമ്മൾ കൊടുത്തു, 300%. വീണ്ടും ഞാൻ ലെങ്ത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലെങ്ത് മോഡിഫൈ ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ലെങ്ത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ലൈൻ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത് നോക്കുക. പേഴ്സെന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ എടുത്തു. ടോട്ടൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. ഇനി ഡെൽറ്റ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെൽറ്റ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എൻ്റർ ഡെൽറ്റ ലെങ്ത്. എൻ്റർ ലെങ്ത് ഇപ്പോൾ 450 ആണ്. ഇപ്പോൾ 450യോട് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് 50 കൂട്ടി 500 കിട്ടും. അപ്പൊ 500 എത്തണമെങ്കിൽ ഇപ്പൊ എത്ര വേണ്ടത്? നമുക്ക് 50 പോരെ. അപ്പൊ അഡീഷണൽ ലെങ്ത് എത്രയാണോ വേണ്ടത്? ഉള്ള ലെങ്ത്തിനോട് എക്സ്ട്രാ അഡീഷൻ വേണം. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. 50 വേണം വിചാരിക്കുക. ടൈപ്പ് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഏത് ലൈനിലേക്കാണ് വേണ്ടത്? ഈ ഒരു ലൈനിലേക്ക് വേണം. അപ്പൊ ആ ലൈൻ സെലക്ട് ചെയ്തു. അപ്പൊ അഡീഷണൽ ലെങ്ത് കൂടിയുണ്ട്. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട, ഈ 450 ഉള്ളത് 500 ആയി. അപ്പൊ അഡീഷണൽ ലെങ്ത് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും മോഡിഫൈ വേണ്ടിയുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ലെങ്ത് വേണ്ടിയുള്ള ഓപ്ഷൻ എടുത്തു. ഈ 500 എനിക്ക് 100 മതി. ഞാൻ ടോട്ടൽ എടുത്തു. ജസ്റ്റ് 100 ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷനിലേക്ക് തന്നെ കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി. ആ ഓപ്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം മോഡിഫൈ വേണ്ടിയുള്ള ഓപ്ഷൻ എടുത്തു. ലെങ്ത്തിന് വേണ്ടിയുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഡെൽറ്റ നോക്കി, പേഴ്സൺ നോക്കി, ടോട്ടൽ നോക്കി, ഡൈനാമിക് ജസ്റ്റ് നോക്കി. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ഒബ്ജക്റ്റ് ടു ചേഞ്ച്. ഞാൻ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കണ്ട ഈ ഒരു പോയിന്റ് നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റും. അതായത് നമുക്ക് എങ്ങോട്ടാണോ മാറ്റേണ്ടത്, നമുക്ക് ലെങ്ത് സ്പെസിഫൈ പോയിന്റിലേക്കാണ് മാറ്റുന്നെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ കൺട്രോൾ Z അടിച്ചു. എനിക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. ജസ്റ്റ് ഒരു ലൈൻ ഞാൻ വരച്ചു കൊടുത്തു. എനിക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്കാണ് എത്തേണ്ടത് വരയ്ക്കുക. അപ്പൊ ഈ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മോഡിഫൈ ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, ലെങ്ത്തിന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഡൈനാമിക് ഓപ്ഷൻ എടുക്കുക. ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു പോയിന്റ് ഏതുവരെയാണോ വേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ടോ, നമ്മളെ ആ ഒരു പോയിന്റിലേക്ക് എത്തി. അപ്പൊ അങ്ങനെയാണ് ഇത്ര 4 സബ് ഓപ്ഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ ലെങ്തൻ ചെയ്യുന്നത്.